അവൽ വെച്ച് ഇങ്ങനൊരു ഐറ്റം നിങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ടോ? ഇതാണ് കേട്ടോ അവൽ ലഡു. ഇത് ഒരു ഒന്നൊന്നര ഐറ്റം തന്നെയാണ് കേട്ടോ. ഇതിൻ്റെ ടേസ്റ്റ് നമ്മുടെ സാധാ ലഡുവിന് വരെ വെല്ലുന്ന ടേസ്റ്റാട്ടോ. ഇത് നമ്മൾക്ക് ഗസ്റ്റൊക്കെ വരുമ്പോൾ എളുപ്പത്തിൽ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു ഈസി റെസിപ്പി ആട്ടോ. എന്നാൽ പിന്നെ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ഒന്ന് നോക്കിയാലോ. അതിനായി ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ച് നമ്മുടെ അവലൊക്കെ ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കണം കേട്ടോ. ഞാനിവിടെ മട്ടയവിലാണ് എടുത്ത്, നിങ്ങൾക്ക് വേണമെങ്കിൽ വെള്ളയവിലും എടുക്കാം. അത് നന്നായി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. ഒരു 2-3 മിനിറ്റ് മതിയാവും കേട്ടോ. അതൊന്ന് കൈവച്ചെടുക്കുമ്പോൾ ഒന്ന് പൊടിയുന്ന പരുവാകുമ്പോഴത്തേക്കും നമുക്ക് നിർത്താം. അതെ, ഈ പരുവാകുമ്പോഴത്തേനും അവല റോസ്റ്റും ആയിട്ടുണ്ടാവും കേട്ടോ. അതിനുശേഷം നമുക്ക് അതിലേക്ക് കുറച്ച് കപ്പലണ്ടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ കുറച്ച് കടലപ്പരിപ്പും ആഡ് ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ. ഞാനിവിടെ കടലപ്പരിപ്പൊന്നും ആഡ് ചെയ്തിട്ടില്ല. ഇത് രണ്ടും കൂടെ ഒന്ന് ചൂടാക്കി എടുക്കണം കേട്ടോ. ഇതിപ്പം അത്യാവശ്യം റോസ്റ്റായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് അങ്ങോട്ട് മാറ്റി വെക്കാം കേട്ടോ, ഒന്ന് തണുപ്പിക്കാനായി. ഇനി മറ്റൊരു പാൻ അടുപ്പത്തേക്ക് വെച്ച് അതിലേക്ക് കുറച്ച് നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി നമുക്ക് ആവശ്യമുള്ള അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ അങ്ങോട്ട് ഇട്ട് ഒന്ന് ചെറുതായി ഒന്ന് ഫ്രൈ ചെയ്തെടുത്തു. നമ്മുടെ ലഡുവിന് ഒരു ടേസ്റ്റ് ആയിക്കോട്ടെ. അപ്പം അതൊക്കെ ഒന്ന് ഫ്രൈ ആക്കി ഒന്ന് മാറ്റി അങ്ങോട്ട് വെക്കുക കേട്ടോ. ഇനി വീണ്ടും മറ്റൊരു പാൻ അടുപ്പത്തേക്ക് വെച്ച് അതിലേക്ക് ഒരു 1/2 കപ്പ് ശർക്കര കേട്ടോ ഞാൻ ചേർക്കുന്നത്. ശർക്കര ഒന്ന് ചേർത്തിട്ട് അതേ അളവിൽ തന്നെ വെള്ളവും എടുക്കാം. 1/2 കപ്പ് തന്നെ വെള്ളവും എടുത്ത് നമുക്ക് ശർക്കര ഒന്ന് ചൂടാക്കി ഒന്ന് മെൽറ്റാക്കി എടുക്കാം കേട്ടോ. ഇതൊന്ന് തിളച്ച് ഒന്ന് മെൽറ്റായി വരുമ്പോഴേക്കും ഇതും എടുത്തങ്ങ് മാറ്റി വെക്കാം കേട്ടോ. മതി കേട്ടോ, ശർക്കരയൊക്കെ നന്നായി മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ അവലൊക്കെ നന്നായി തണുത്തിട്ടുണ്ടാവും കേട്ടോ. അതെടുത്ത് മിക്സിയുടെ ജാറിലോട്ട് അങ്ങോട്ടങ്ങ് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇത് നമുക്കൊന്ന് പൊടിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ കൂടെ ഒരു 2 ഏലക്കയും കൂടെ ചേർത്ത് ഒന്നങ്ങ് പൊടിച്ചെടുക്കുക കേട്ടോ. അതാണ്ട് ഇതുപോലെ അങ്ങ് പൊടിച്ചെടുത്താൽ മതിയാവും കേട്ടോ. ഇനി ഇതങ്ങോട്ട് മാറ്റി വയ്ക്കാം. ഇനി മറ്റൊരു പാൻ അടുപ്പത്തേക്ക് വെച്ച് നമ്മൾ മെൽറ്റാക്കി എടുത്ത ശർക്കരയെല്ലാം ഒന്ന് അരിച്ചൊഴിക്കാം കേട്ടോ. അതിനകത്ത് ഓരോ കല്ലൊക്കെ ഉണ്ടാവും, അതൊക്കെ ഒന്ന് മാറാനായിട്ടോ. ഒന്ന് അരിച്ചൊഴിച്ചിട്ട് അതിലേക്ക് നമുക്ക് ഒരു കൈപ്പിടി തേങ്ങയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നമ്മുടെ ലഡുവിന് നല്ലൊരു ടേസ്റ്റ് കൊടുക്കും കേട്ടോ ഈ തേങ്ങ ആഡ് ചെയ്യുമ്പം. അതൊന്ന് മിക്സാക്കി അങ്ങോട്ട് എടുത്തു കഴിഞ്ഞ് നമ്മുടെ അരച്ച് മാറ്റി വെച്ചേക്കുന്ന നമ്മുടെ അവലൊക്കെ ചേർത്ത് ഒന്നും കൂടെ ഒന്ന് മിക്സാക്കി എടുക്കാം കേട്ടോ. ഇത് പാനിൽ നിന്ന് ഒന്ന് വിട്ട് വരുന്നത് വരെ ഒന്ന് മിക്സാക്കി എടുക്കണം കേട്ടോ. പെട്ടെന്ന് തന്നെ ഇത് റെഡി ആയിക്കോളൂ കേട്ടോ. അധികം സമയമൊന്നുമില്ല, ഒരു 1-2 മിനിറ്റിനുള്ളിൽ തന്നെ റെഡി ആവും കേട്ടോ. ഇതിൻ്റെ കൂടെ ഇതൊന്ന് പാനിൽ നിന്ന് ഒന്ന് വിട്ട് വരുന്ന സമയത്ത് നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചേക്കുന്ന മുന്തിരിയും അണ്ടിപ്പരിപ്പും കൂടെ ചേർത്ത് ഒന്നും കൂടെ ഒന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. നന്നായി ഒന്നും കൂടെ ഒന്ന് മിക്സാക്കി എടുക്കുക. അതെ, ഇപ്പം തന്നെ പാനിൽ നിന്നൊക്കെ വിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ആഡ് ചെയ്യാം. ഈ നെയ്യ് അവസാനം ആഡ് ചെയ്യുമ്പോഴാട്ടോ ഒരു പ്രത്യേക രുചി ഉണ്ടാവുന്നത്. ഒരു പ്രത്യേക രുചിയിലാണ് നമ്മുടെ ഈ ലഡു കിട്ടുന്നത്. അപ്പം അതും കൂടെ ചേർത്ത് ഒന്നങ്ങ് മിക്സാക്കി ഇപ്പം പാനിൽ നിന്നൊക്കെ ഒന്നങ്ങ് ഇളകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഒന്ന് തണുക്കാനായി അങ്ങോട്ടങ്ങ് മാറ്റി വെക്കാം കേട്ടോ. തണുത്ത മിക്സ് എല്ലാം ഞാൻ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ അവൽ ലഡു റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതുപോലൊന്ന് ഉരുട്ടി ലഡുവിൻ്റെ ഷേപ്പിലാക്കി എടുത്താൽ മതി കേട്ടോ. അങ്ങനെ നമ്മുടെ പണി കഴിഞ്ഞു കേട്ടോ. അങ്ങനെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കുന്ന അത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ലഡു നിങ്ങളും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. കൂടെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലും കൂടെ അറിയിക്കണേ. അതുപോലെ തന്നെ ഈ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പം കൂടെ കാണുന്ന ആ ബെൽ ബട്ടനും കൂടെ ഒന്ന് അമർത്തിയേക്കണേ. എങ്കിലേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ കാണാൻ കഴിയുള്ളൂ. അപ്പം ഇനി ഒരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.